നിങ്ങളുടെ അടുത്ത യാത്രയിൽ പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ വീട്ടിലെ ഒരു മുറിയിൽ താമസിക്കാൻ നിങ്ങൾ തയ്യാറാകുമോ എന്ന് കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് ആരെങ്കിലും ചോദിച്ചിരുന്നുവെങ്കിൽ തീർച്ചയായും ഇല്ല, എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത് എന്നായിരിക്കും നിങ്ങളുടെ മറുപടി. എന്നാൽ ഇന്ന് കാര്യങ്ങൾ മാറിമറിഞ്ഞു. എയർ ബി എൻ ബി എന്ന പേര് ഇന്ന് ലോകമെമ്പാടുമുള്ള യാത്രികരുടെ ജീവിതത്തിന്റെ ഒരു പ്രധാന ഭാഗമായി മാറിയിരിക്കുന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഷോർട്ട് ടൈം റെന്റൽ പ്ലാറ്റ്ഫോമാണ് എയർ ബി എൻ ബി. വെറും ഒരു വെബ്സൈറ്റായി തുടങ്ങി സ്വന്തം മുറിയുടെ വാടക കൊടുക്കാൻ ബുദ്ധിമുട്ടിയ 3 സുഹൃത്തുക്കളുടെ ചെറിയൊരു ആശയം ഇന്ന് ലോകമെമ്പാടും പടർന്നു പന്തലിച്ച ഒരു ആഗോള പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. ആളുകൾ യാത്ര ചെയ്യുന്ന രീതിയെ തന്നെ അവർ മാറ്റിമറിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. എയർ ബി എൻ ബിയുടെ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഈ കമ്പനി എത്രത്തോളം വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആളുകളാണ് തങ്ങളുടെ അവധിക്കാല യാത്രകൾക്കും ബിസിനസ് ആവശ്യങ്ങൾക്കുമുള്ള താമസ സൗകര്യങ്ങൾ എയർ ബി എൻ ബി വഴി ബുക്ക് ചെയ്യുന്നത്. വർഷങ്ങൾക്ക് മുൻപ് 0 തുടങ്ങിയ ഈ കമ്പനി ഇന്ന് ഓരോ വർഷവും ദശലക്ഷക്കണക്കിന് ബുക്കിംഗുകളാണ് നടത്തുന്നത്. ഒരു സാധാരണ കമ്പനിയിൽ നിന്ന് ഇത്രയും വലിയൊരു ഭീമനായി അവർ എങ്ങനെ വളർന്നു? സ്വന്തമായി ഒരു കെട്ടിടം പോലും ഇല്ലാത്ത അവർ എങ്ങനെയാണ് ഇത്ര വലിയൊരു സാമ്രാജ്യം കെട്ടിപ്പടുത്തത്? ഇതാണ് നമ്മൾ ഇവിടെ പരിശോധിക്കാൻ പോകുന്നത്. നമ്മുടെ കഥ ആരംഭിക്കുന്നത് അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോ നഗരത്തിലാണ്. ബ്രയാൻ ചെസ്കി, ജോ ഗെബിയ എന്നീ 2 സുഹൃത്തുക്കൾ അവിടെ ഒരു അപ്പാർട്ട്മെന്റ് വാടകയ്ക്കെടുത്ത് താമസിക്കുകയായിരുന്നു. റോഡ് ഐലൻഡ് സ്കൂൾ ഓഫ് ഡിസൈനിൽ നിന്ന് ബിരുദം നേടിയവരായിരുന്നു അവർ രണ്ടുപേരും. സാൻ ഫ്രാൻസിസ്കോ നഗരം പല കാര്യങ്ങൾക്കും പ്രശസ്തമാണെങ്കിലും കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ കഴിയുന്ന വീടുകൾ അവിടെ കിട്ടുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. ചെസ്കിക്കും ഗബിയയ്ക്കും തങ്ങളുടെ വീട്ടുവാടക കൊടുക്കുക എന്നത് എപ്പോഴും വലിയൊരു തലവേദനയായിരുന്നു. അങ്ങനെയിരിക്കെ അവരുടെ ബുദ്ധിമുട്ടുകൾ ഇരട്ടിയാക്കിക്കൊണ്ട് വീട്ടുടമസ്ഥൻ വീട്ടുവാടക 20% വർദ്ധിപ്പിച്ചു. അത്രയും പണം കണ്ടെത്താൻ അവരുടെ കയ്യിൽ യാതൊരു വഴിയുമില്ലായിരുന്നു. എന്നാൽ അവരുടെ പക്കൽ കുറച്ച് സർഗാത്മകതയും വീട്ടിൽ ഒഴിഞ്ഞു കിടക്കുന്ന കുറച്ച് സ്ഥലവും കിടക്കാൻ ഉപയോഗിക്കുന്ന വായു നിറച്ച കുറച്ച് എയർ മാട്രസുകളും ഉണ്ടായിരുന്നു. ആ സമയത്ത് സാൻ ഫ്രാൻസിസ്കോയിൽ ഒരു വലിയ ഡിസൈൻ കോൺഫറൻസ് നടക്കാൻ പോവുകയായിരുന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ആളുകൾ അതിൽ പങ്കെടുക്കാനെത്തി. നഗരത്തിലെ ഹോട്ടലുകളെല്ലാം നിറഞ്ഞു കവിഞ്ഞു. മാത്രമല്ല ഹോട്ടൽ മുറികൾക്ക് താങ്ങാനാവാത്ത വലിയ വാടകയും നൽകേണ്ടി വന്നു. തങ്ങളുടെ വീട്ടിലെ ഒഴിഞ്ഞുകിടക്കുന്ന മുറിയും എയർ മെത്തകളും ഉപയോഗിച്ച് കുറച്ച് പണം സമ്പാദിക്കാൻ ഈ സുഹൃത്തുക്കൾ തീരുമാനിച്ചു. അവർ തങ്ങളുടെ മറ്റൊരു സുഹൃത്തും കമ്പ്യൂട്ടർ സയൻസ് ബിരുദധാരിയുമായ നേതൻ ബ്ലെച്ചാർസിക്കിനെ കൂടെ കൂട്ടി. അങ്ങനെ ആ 3 സുഹൃത്തുക്കൾ ചേർന്ന് ഒരു ചെറിയ വെബ്സൈറ്റ് ഉണ്ടാക്കി. അതിന് എയർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പേരിട്ടു. വളരെ കുറഞ്ഞ ചിലവിൽ, അതായത് ഹോട്ടൽ മുറികളേക്കാൾ കുറഞ്ഞ വാടകയ്ക്ക് കോൺഫറൻസിൽ പങ്കെടുക്കാൻ വരുന്നവർക്ക് തങ്ങളുടെ വീട്ടിലെ എയർ മെത്തയിൽ കിടന്നുറങ്ങാമെന്നും രാവിലെ ഒരു നോർമൽ ബ്രേക്ക്ഫാസ്റ്റ് നൽകാമെന്നും അവർ വെബ്സൈറ്റിലൂടെ അറിയിച്ചു. ഇത് ആളുകളിലേക്ക് എത്തിക്കാൻ അവർ പല ഡിസൈൻ ബ്ലോഗുകളിലേക്കും ഇമെയിലുകൾ അയച്ചു. ഈ ആശയം ഇഷ്ടപ്പെട്ട 3 പേർ അവരുടെ വീട്ടിൽ താമസിക്കാനെത്തി. ബോസ്റ്റണിൽ നിന്നുള്ള ഒരു സ്ത്രീ, യുട്ടായിൽ നിന്നുള്ള ഒരു പിതാവ്, അരിസോണയിൽ നിന്നുള്ള ഒരു വിദ്യാർത്ഥി എന്നിവരായിരുന്നു ആ ആദ്യത്തെ അതിഥികൾ. ആദ്യമൊക്കെ ചെറിയൊരു അപരിചിതത്വം ഉണ്ടായിരുന്നെങ്കിലും ആ താമസം വളരെ മികച്ച ഒരു അനുഭവമായി മാറി. പരസ്പരം സംസാരിച്ചും ഒരുമിച്ച് ഭക്ഷണം കഴിച്ചും പരിചയമില്ലാത്ത ആളുകളുമായി ഉണ്ടാക്കിയ ആ ബന്ധം ഹോട്ടലുകളിൽ നിന്ന് ഒരിക്കലും ലഭിക്കാത്ത ഒന്നായിരുന്നു. തങ്ങളുടെ വാടക പ്രശ്നം പരിഹരിക്കാൻ തുടങ്ങിയ ഈ ചെറിയ ആശയം വളരെ വലിയ ഒന്നായി മാറിയേക്കാമെന്ന് ചെസ്കിക്കും ഗബ്ബിയയ്ക്കും മനസ്സിലായി. അക്കാലത്ത് ഇതൊരു വളരെ വ്യത്യസ്തമായ ആശയമായിരുന്നു. കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും വീട്ടിൽ ഒഴിഞ്ഞ മുറികൾ ഉള്ളവരും ഉണ്ടായിരുന്നു. എന്നാൽ പരിചയമില്ലാത്ത ഒരാളുടെ വീട്ടിൽ ചെന്ന് താമസിക്കാൻ യാത്രക്കാരെ വിശ്വസിപ്പിക്കുക എന്നതായിരുന്നു ഏറ്റവും വലിയ വെല്ലുവിളി. അങ്ങനെ അവർ തങ്ങളുടെ കമ്പനി ഔദ്യോഗികമായി ആരംഭിച്ചു. എന്നാൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ഇതിലും മോശമായ ഒരു സമയം വേറെ ഇല്ലായിരുന്നു എന്ന് വേണം പറയാൻ. ലോകം മുഴുവൻ വലിയൊരു സാമ്പത്തിക മാന്ദ്യത്തിന്റെ പിടിയിലമർന്ന സമയമായിരുന്നു അത്. സ്വാഭാവികമായും തങ്ങളുടെ ബിസിനസ്സിലേക്ക് പണം നിക്ഷേപിക്കാൻ ആളുകളെ കണ്ടെത്തുക എന്നത് വളരെ ബുദ്ധിമുട്ടായി മാറി. നിക്ഷേപകരെ കണ്ടെത്താനുള്ള അവരുടെ ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടു. കമ്പനി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പെട്ടെന്ന് എങ്ങനെയെങ്കിലും പണം കണ്ടെത്തേണ്ടത് അത്യാവശ്യമായിരുന്നു. അങ്ങനെയിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് അടുത്തെത്തി. തിരഞ്ഞെടുപ്പ് സമയത്ത് ഒബാമയോ മക്കെയിനോ പുതിയ കമ്പനികൾക്ക് പണം നൽകുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടൊന്നുമില്ല. എങ്കിലും ഈ തിരഞ്ഞെടുപ്പ് അവർക്കൊരു വലിയ അവസരമായി മാറി. പണം കണ്ടെത്താൻ അവർ വളരെ വ്യത്യസ്തമായ ഒരു വഴി കണ്ടെത്തി. തങ്ങളുടെ ഡിസൈൻ കഴിവുകൾ ഉപയോഗിച്ച് അവർ ധാന്യപ്പൊടികൾ അടങ്ങിയ പ്രത്യേക പെട്ടികൾ രൂപകൽപ്പന ചെയ്തു. അതിൽ ഒബാമ ഓസ് എന്നും ക്യാപ്റ്റൻ മക്കെയിൻസ് എന്നും പേര് നൽകി ഓൺലൈനായി വിൽക്കാൻ തുടങ്ങി. ഇതിലൂടെ അവർക്ക് 2 ഗുണങ്ങളുണ്ടായി. ഒന്നാമതായി കമ്പനി മുന്നോട്ട് കൊണ്ടുപോകാൻ ആവശ്യമായ പണം അവർക്ക് ലഭിച്ചു. ഏകദേശം $30,000 അവർ ഇതിലൂടെ സമ്പാദിച്ചു. രണ്ടാമത്തെ ഗുണം, ഇത് ജനങ്ങൾക്കിടയിൽ വലിയ ചർച്ചയായി മാറി എന്നതാണ്. പല പത്രങ്ങളിലും വാർത്താ ചാനലുകളിലും ഈ സീരിയൽ ബോക്സുകളെ കുറിച്ചുള്ള വാർത്തകൾ വന്നു. ആ പെട്ടികളിലെല്ലാം എയർ ബെഡ് ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന പേരും ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ കമ്പനിക്ക് വലിയ തോതിൽ പരസ്യം ലഭിച്ചു. ആ വർഷം ഡെൻവറിൽ വെച്ച് നടന്ന രാഷ്ട്രീയ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വന്ന 100 കണക്കിന് ആളുകൾ ഈ വാർത്ത കണ്ട ആളുകളുടെ വീടുകളിലെ എയർ മെത്തകളിൽ താമസിക്കാനെത്തി. ആദ്യമൊക്കെ ചില വലിയ പരിപാടികൾ നടക്കുമ്പോൾ മാത്രമാണ് അവരുടെ വെബ്സൈറ്റിൽ ആളുകൾ വന്നിരുന്നത്.
സ്ഥിരമായ ആളുകളെ ആകർഷിക്കാൻ അവർക്ക് കൂടുതൽ സഹായവും പണവും ആവശ്യമായിരുന്നു. അങ്ങനെയിരിക്കെ പുതിയ ബിസിനസ്സുകളെ സഹായിക്കുന്ന വൈ കോമ്പിനേറ്റർ എന്ന പ്രശസ്തമായ പ്രോഗ്രാമിലേക്ക് അവർ തിരഞ്ഞെടുക്കപ്പെട്ടു. എന്നാൽ അവർക്കൊരു നിബന്ധനയുണ്ടായിരുന്നു. എയർ മെത്തകളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ യാത്രകൾക്കായുള്ള കൂടുതൽ മികച്ച താമസ സൗകര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. ഈ പ്രോഗ്രാം അവർക്ക് കുറച്ച് പണം നൽകി. എന്നാൽ അതിനേക്കാൾ ഉപരി വളരെ വിലപ്പെട്ട ഉപദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും അവർക്ക് അവിടെ നിന്ന് ലഭിച്ചു. വെബ്സൈറ്റിൽ ആളുകൾ എങ്ങനെയാണ് ഇടപെടുന്നത് എന്ന് പരിശോധിച്ചപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി. വീടുകളുടെ ചിത്രങ്ങൾ പലതും വളരെ മോശമായിരുന്നു. വെളിച്ചമില്ലാത്ത, വ്യക്തതയില്ലാത്ത ചിത്രങ്ങൾ കണ്ടാൽ ആരും അവിടെ താമസിക്കാൻ വരില്ലല്ലോ. ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ ചെസ്കിയും ഗബിയയും നേരിട്ടിറങ്ങി. അവർ ന്യൂയോർക്കിലേക്ക് പോയി ഒരു പ്രൊഫഷണൽ ക്യാമറ വാടകയ്ക്കെടുത്ത് വീടുകളിൽ നേരിട്ട് ചെന്ന് നല്ല ചിത്രങ്ങൾ എടുത്തു. മാത്രമല്ല, വീട്ടുടമസ്ഥരുമായി നേരിട്ട് സംസാരിച്ച് അവരുടെ അഭിപ്രായങ്ങളും ചോദിച്ചറിഞ്ഞു. ഈ മാറ്റം വലിയ വിജയമായി. വെബ്സൈറ്റിൽ നല്ല ചിത്രങ്ങൾ വന്നതോടെ ന്യൂയോർക്കിലെ ബുക്കിംഗുകൾ ഇരട്ടിയായി വർദ്ധിച്ചു. പിന്നീട് അവർ അമേരിക്കയിലെ പല സ്ഥലങ്ങളിലും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർമാരെ അയച്ച് വീടുകളുടെ ചിത്രങ്ങൾ എടുപ്പിക്കാൻ തുടങ്ങി. കമ്പനി പതുക്കെ പതുക്കെ വളരാൻ തുടങ്ങി. സാങ്കേതിക കാര്യങ്ങൾ നോക്കിയിരുന്ന ബ്ലെച്ചാർസിക് വെബ്സൈറ്റ് കൂടുതൽ മികച്ചതാക്കി. ചെസ്കിയും ഗബിയയും ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ എളുപ്പമുള്ള രീതിയിൽ അതിന്റെ ഡിസൈൻ മാറ്റി. എയർ മെത്തകളിൽ നിന്ന് മാറി പൂർണ്ണമായ വീടുകളും അപ്പാർട്ട്മെന്റുകളും വരെ ആളുകൾ വെബ്സൈറ്റിൽ വാടകയ്ക്ക് നൽകാൻ തുടങ്ങി. അങ്ങനെ കമ്പനിയുടെ പേര് വെറും എയർബിഎൻബി എന്ന് ചുരുക്കി. താമസിയാതെ പ്രശസ്ത നിക്ഷേപകരായ സെക്കോയ ക്യാപിറ്റൽ കമ്പനിയിൽ വലിയൊരു തുക നിക്ഷേപിച്ചു. ഇത് അവരുടെ വളർച്ചയ്ക്ക് വലിയൊരു കുതിപ്പേകി. നേരത്തെ പറഞ്ഞ സാമ്പത്തിക മാന്ദ്യം ശരിക്കും എയർബിഎൻബിക്ക് അനുഗ്രഹമായി മാറുകയായിരുന്നു. പണത്തിന് ബുദ്ധിമുട്ടുള്ള സാധാരണക്കാരായ പല ആളുകളും തങ്ങളുടെ വീട്ടിലെ അധികമുള്ള മുറികൾ വാടകയ്ക്ക് നൽകി പണം സമ്പാദിക്കാൻ തുടങ്ങി. അതേസമയം യാത്രികർക്ക് കുറഞ്ഞ ചിലവിൽ താമസിക്കാൻ ഹോട്ടലുകൾക്ക് പകരമുള്ള മികച്ചൊരു വഴിയായി എയർബിഎൻബി മാറി. ആളുകൾ യാത്ര ചെയ്യുന്ന രീതിയെ തന്നെ അവർ മാറ്റിമറിച്ചു. കേവലം ഒരു ഹോട്ടൽ മുറിയിൽ താമസിക്കുന്നതിന് പകരം പോകുന്ന സ്ഥലത്തെ ഒരു സാധാരണക്കാരനെ പോലെ ജീവിക്കാൻ ആളുകൾ ആഗ്രഹിച്ചു. അതായിരുന്നു എയർബിഎൻബിയുടെ ഏറ്റവും വലിയ ആകർഷണവും. ആദ്യത്തെ അതിഥികളെ സ്വീകരിച്ച് വെറും 4 വർഷത്തിന് ശേഷം എയർബിഎൻബി ഒരു വലിയ നാഴികക്കല്ല് പിന്നിട്ടു. 10 ലക്ഷം ബുക്കിംഗുകൾ. വളരെ വേഗത്തിൽ അവർ ലോകമെമ്പാടും പ്രശസ്തരായി. വീടുകളും മുറികളും മാത്രമല്ല, ട്രീ ഹൗസസ്, ഹൗസ് ബോട്ട്സ്, എന്തിന് പഴയ കൊട്ടാരങ്ങൾ വരെ എയർബിഎൻബി വഴി ബുക്ക് ചെയ്യാമെന്ന അവസ്ഥയായി. വെറും 9 മാസം കൊണ്ട് ബുക്കിംഗുകൾ 10 ഇരട്ടിയായി വർദ്ധിച്ചു. എങ്ങനെയാണ് അവർക്ക് ഇത്ര വേഗത്തിൽ വളരാൻ കഴിഞ്ഞത്? അതിനുള്ള ഉത്തരം വളരെ ലളിതമാണ്. പുതിയതായി ഒരു ഹോട്ടൽ തുടങ്ങണമെങ്കിൽ വലിയൊരു കെട്ടിടം വേണം, ഫർണിച്ചറുകൾ വേണം, ജീവനക്കാരെ വെക്കണം, ലക്ഷക്കണക്കിന് രൂപ മുടക്കണം. എന്നാൽ എയർബിഎൻബിക്ക് ഇതിന്റെയൊന്നും ആവശ്യമുണ്ടായിരുന്നില്ല. സ്വന്തമായി ഒരു കെട്ടിടം പോലുമില്ലാത്ത അവർക്ക് പുതിയൊരു നഗരത്തിലേക്ക് തങ്ങളുടെ ബിസിനസ് വ്യാപിപ്പിക്കാൻ 1 രൂപ പോലും മുടക്കേണ്ടി വന്നില്ല. അധികമായി ഒരു മുറിയുള്ള, കുറച്ച് പണം സമ്പാദിക്കാൻ താല്പര്യമുള്ള ഒരാൾ മാത്രം മതിയായിരുന്നു അവർക്ക്. ഇതാണ് എയർബിഎൻബിയുടെ വിജയരഹസ്യം. തുടക്കത്തിൽ പലർക്കും വിശ്വസിക്കാൻ കഴിയാതിരുന്ന ഈ ആശയം വളരെ വേഗം ലോകം മുഴുവൻ സ്വീകരിച്ചു. ലോകത്തെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും എയർബിഎൻബിക്ക് സാന്നിധ്യമായി. വലിയ നിക്ഷേപകർ അവരുടെ പിന്നാലെ വന്നു. വാടക കൊടുക്കാൻ പണമില്ലാതെ സ്വന്തം മുറിയിലെ നിലത്ത് കുറച്ച് എയർ മെത്തകൾ വിരിച്ചു തുടങ്ങിയ ആ 3 ചെറുപ്പക്കാരുടെ കമ്പനി ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ, ഏറ്റവും മൂല്യമുള്ള ബിസിനസ് സാമ്രാജ്യങ്ങളിൽ ഒന്നായി തലയുയർത്തി നിൽക്കുന്നു. നൂതനമായ ഒരു ആശയവും കഠിനാധ്വാനവും പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റാനുള്ള കഴിവുമുണ്ടെങ്കിൽ ഏതു വലിയ സ്വപ്നവും സ്വന്തമാക്കാം എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് എയർബിഎൻബിയുടെ ഈ അത്ഭുത കഥ.